മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ എം ജയചന്ദ്രനിലേക്ക് പോവുകയാണ്. ശ്രീ എം ജയചന്ദ്രൻ, കാര്യങ്ങളെ വളരെ വസ്തുനിഷ്ഠമായി കാണുന്ന ഒരാൾ എന്ന നിലയിൽ മോദിയുടെ ഈ രണ്ടാഴ്ചക്കിടയിലെ രണ്ടാം വരവ് ബി.ജെ.പിക്ക് ഏതെങ്കിലും വിധത്തിലുള്ളൊരു ചലനം സൃഷ്ടിക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഞാൻ കോൺഗ്രസ് പ്രതിനിധിയിൽ നിന്ന് ആരാഞ്ഞത്. ഒരു തരത്തിലുള്ള പ്രതികരണവും ഉണ്ടാക്കില്ല എന്ന് അദ്ദേഹം മറുപടി പറയുകയും ചെയ്തു. ഇത് ഇപ്പോൾ ഉയരുന്ന ചോദ്യം, ഇത് ക്ഷേത്രമാണോ വികസനമാണോ, എന്താണ് ഇവർ ലക്ഷ്യം വയ്ക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ പ്രസക്തമാണ്. നീലമ, ഇത് വളരെ വലിയ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രിയുടെ 15 ദിവസത്തിനുള്ളിൽ രണ്ടാമത്തെ സന്ദർശനവും കേരളത്തിലെത്തുന്നതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുത. ഈ മാർഗം ലക്ഷ്യത്തെ സാധൂകരിക്കുന്നു, മോദിയെ സംബന്ധിച്ച്, ബി.ജെ.പിയെ സംബന്ധിച്ച്. അത് കേരളത്തിൽ അങ്ങനെ സാധൂകരിക്കുന്നില്ലെങ്കിൽ വേണ്ടാന്നേ. പക്ഷേ തെക്കേ ഇന്ത്യൻ സംസ്ഥാനത്ത്, ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്ത് കിടക്കുന്ന കേരളത്തിൽ ഇവിടെ വന്ന് കേന്ദ്ര പദ്ധതികൾ, അതും പ്രത്യേകിച്ച് കൊച്ചിൻ പോർട്ടുമായി ബന്ധപ്പെട്ട പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ അതിന് നിശ്ചയമായും ഉള്ള ഒരു ഇമ്മീഡിയറ്റ് ഗോൾ എന്ന് പറയുന്നത്, ഒന്ന്, അടുത്ത മാസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് കോഡ് ഓഫ് കണ്ടക്റ്റ് പ്രഖ്യാപിക്കാനിരിക്കുന്നു. ഇലക്ഷൻ്റെ തീയതികളൊക്കെ അതുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്നു, അതൊക്കെ ഉണ്ട്. പിന്നെ സ്വാഭാവികമായും ഈ മൂലധന കേന്ദ്രങ്ങളിൽ, പ്രത്യേകിച്ചും ഷെയർ മാർക്കറ്റ് അതുപോലുള്ള ട്രേഡിംഗ് സെൻറ്ററുകളിലൊക്കെ ഇത്തരത്തിലുള്ള നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ നിക്ഷേപ വാഗ്ദാനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ചലനങ്ങൾ, അത് നന്നായി ബോധ്യപ്പെടുന്ന ആൾ തന്നെയാണ് നിശ്ചയമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആ ഒരു ഭാഗം, ഇതൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുമ്പോട്ട് വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതിന് അദ്ദേഹം വനിതാ സമ്മേളനം തിരഞ്ഞെടുക്കുന്നു. ഇപ്പോൾ ഇന്നലെയും ഇന്നുമായി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം, തൃപ്രയാർ ക്ഷേത്ര ദർശനം തുടങ്ങിയവ തിരഞ്ഞെടുക്കുന്നു. ഇനി നേരത്തെ യുവ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം, അതുപോലെ ഇനി എന്തെങ്കിലും വരാം. പക്ഷേ ഇതിൻ്റെ ഈ പ്രഖ്യാപനത്തിൻ്റെ, ഈ നിക്ഷേപത്തിന് ഇത്രയും നിക്ഷേപിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ അലവലികൾ അങ്ങ് ഈ മൂലധന മേഖലയിൽ അടങ്ങില്ല എന്നുള്ളത് മറ്റാരേക്കാൾ നന്നായി അറിയുന്ന ആളാണ് പ്രധാനമന്ത്രി. അതവിടെ നിൽക്കട്ടെ. പക്ഷേ കേരളത്തിൻ്റെ പ്രശ്നം ഇതൊന്നും അല്ല. ഇത്തരം കാര്യങ്ങളിൽ മൂലധന നിക്ഷേപം കേരളത്തിലാണ് നടത്തുന്നത് എന്നുള്ള ഒരു പ്രത്യേകത ഒഴിച്ചാൽ കേരളം നേരിടുന്ന ഈ വളരെ ഗുരുതരമായ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിർദ്ദേശമെങ്കിലും ഈ പ്രധാനമന്ത്രി വെച്ചിട്ടുണ്ടോ, മുമ്പോട്ട് വെക്കുന്നുണ്ടോ, വെക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് കേരളീയർ ഉന്നയിക്കുന്നത്. അതുണ്ടാവില്ല എന്നറിയുന്നത് കൊണ്ട് തന്നെയാണ് അടുത്ത മാസം 8-ാം തീയതി പാർലമെൻറ്റിൽ ഡൽഹിയിൽ ജന്തർ മന്ദറിൽ ധർണ ഇരിക്കാനായിട്ട് നമ്മുടെ മന്ത്രിസഭയും ജനപ്രതിനിധികളും ഒക്കെ തയ്യാറെടുത്ത് മുമ്പോട്ട് പോകുന്നതും അതേ ദിവസം തന്നെ കേരളത്തിൽ നിറയെ ബൂത്ത് തലത്തിലുള്ള സദസ്സുകളുമുണ്ട്. ഇത് മറ്റൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, ഈ നോട്ട് നിരോധനം വന്ന 2016 തൊട്ട് പിന്നാലെ 2017 കേരളത്തിന് സമാനമായ മറ്റൊരു സമരം ഏറ്റെടുക്കേണ്ടി വന്നിരുന്നത് എന്താണെന്നറിയുമോ? അത് സഹകരണ മേഖല, കേരളത്തിലെ സഹകരണ മേഖല മുഴുവനും ഭയങ്കര പ്രശ്നങ്ങളാണ്. സഹകരണ മേഖല CPM ഏതാണ്ട് കൊള്ളയടിക്കുകയാണ് എന്ന തരത്തിലുള്ള ദുരാരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സഹകരണ മേഖലയെ വ്യാപകമായി ടാർഗറ്റ് ചെയ്ത് തകർക്കാൻ ഉദ്ദേശിക്കുന്ന നടപടികൾ പ്രഖ്യാപിക്കുന്ന ഘട്ടം വന്നപ്പോൾ സംസ്ഥാന മന്ത്രിസഭ, മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും അടക്കം കേരളത്തിൽ കേന്ദ്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഓഫീസായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തിരുവനന്തപുരത്ത്, അവിടെയാണ് പ്രതിഷേധം സംഘടിപ്പിക്കേണ്ടി വന്നത്. അത് നമ്മുടെ മുമ്പിലുണ്ട്. എന്നിട്ട് ആ ഒരു പ്രതിഷേധത്തിൽ നിന്ന് പാഠം ഇവർക്ക് ഉൾക്കൊള്ളാതിരിക്കാൻ കഴിഞ്ഞില്ല. സഹകരണ മേഖലയെ അങ്ങ് കയറി പിടിക്കാൻ കഴിയില്ല കേരളത്തിൽ എന്ന് ബോധ്യപ്പെടുന്നത് അപ്പോഴാണ് കേന്ദ്ര സർക്കാരിന്. അത് മറ്റൊരു കാര്യം. പക്ഷേ അത് ചെയ്യേണ്ടി വന്നു കേരളത്തിന്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷനിലേക്ക് തന്നെയാണ് ഇപ്പോൾ അടുത്ത മാസം 8-ാം തീയതി കേരളത്തിനെ ബോധപൂർവ്വം വലിച്ചിഴക്കുന്നത്. ഞാൻ അങ്ങയിലേക്ക് വരാം.